എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 10 വർഷത്തെ തുടർച്ചയായ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റുകളുടെ വമ്പിച്ച ഭൂരിപക്ഷവുമായാണ് UDF കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. 100 സീറ്റിൽ കുറഞ്ഞാൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് VD സതീശൻ വെല്ലുവിളിച്ചിരുന്നു. UDFനെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരെ വിജയത്തിലേക്ക് നയിച്ചത് സതീശന്റെ തന്ത്രങ്ങളായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം നയിച്ച പുതുയുഗയാത്ര പ്രവർത്തകരിൽ വലിയ ആവേശമാണ് പടർത്തിയത്. ടീം UDF എന്ന സങ്കല്പത്തിലൂടെ മുന്നണിയെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 1996 സതീശൻ ആദ്യമായി പറവൂരിൽ മത്സരിക്കാനെത്തുന്നത്. അന്നത്തെ തോൽവി വെറും 1016 വോട്ടിന്. തോറ്റിട്ടും പറവൂർ വിട്ടുപോയില്ല. 2001 മുതലിങ്ങോട്ട് വടക്കൻ പറവൂരിന്റെ പര്യായമായി. പിന്നീട് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനെ 7792 വോട്ടിന് തോൽപ്പിച്ചു ആദ്യമായി നിയമസഭയിലെത്തി. 2006 2011 2016 2021 പറവൂരിൽ സതീശ വിജയം ആവർത്തിച്ചു. 1996 തുടങ്ങിയ പാർലമെന്ററി പോരാട്ടം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു.